HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വരുന്നതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് വോളറ്റൈലാകാൻ സാധ്യതയുണ്ട്. ഏഷ്യൻ മാർക്കറ്റും അമേരിക്കൻ ഫ്യൂച്ചറുകളും സൂചിപ്പിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ടെക് ആൻഡ് എനർജി സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും മറ്റുള്ള സെക്ടറുകൾ ഡീസൻ്റ് പെർഫോമൻസ് നടത്തിയതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ആയിരുന്നു. അമേരിക്കൻ ഫ്യൂച്ചറിൽ S&P ഫ്യൂച്ചർ 0.1%, നാസ്ഡാക്ക് ഫ്യൂച്ചർ 0.2% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നുമുണ്ട്. ഏഷ്യൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.2% ഇടിഞ്ഞപ്പോൾ കൊറിയൻ ഇൻഡെക്സ് 0.5% ഉയർന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $69 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.57% ഇടിഞ്ഞ് 25,000-ന് താഴെ 24,968 ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ഔട്ട്ലുക്കിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും സമയങ്ങളിൽ 24,900 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 25,100 ആയിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. AGI ഗ്രീൻ പാക്ക്, CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ, ക്രിസിൽ, DCM ശ്രീരാം, എറ്റേണൽ, ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ, ഹാവൽസ് ഇന്ത്യ, IDBI ബാങ്ക്, ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ്, മഹേന്ദ്ര ലോജിസ്റ്റിക്സ്, ഒബറോയ് റിയാലിറ്റി, പരാഗ് മിൽക്ക് ഫുഡ്സ്, PNB ഹൗസിംഗ് ഫിനാൻസ്, രാജ്രത്തൻ ഗ്ലോബൽ വയർ, സാഗർ സിമൻറ്റ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വരാനിരിക്കെ ഈ സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനിലാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 29,837 കോടിയിൽ നിന്നും 31,438 കോടിയിലേക്ക് ഉയർന്നു. ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 50% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും 35% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉയരുകയും ചെയ്തു. 23,885 നിന്നും 35,734 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിരിക്കുന്നത്. അതർ ഇൻകം 18% ഉയർന്നു. HDFC ബാങ്കിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് 352% ക്വാർട്ടർ ടു ക്വാർട്ടറിലേക്ക് ഉയരുകയും ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ 12%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3% വർദ്ധിച്ചു. 16,174 കോടിയിൽ നിന്നും 18,155 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയർന്നിരിക്കുന്നത്. അതേസമയം പ്രൊവിഷൻ എമൗണ്ടും ഫ്ലോട്ടിംഗ് പ്രൊവിഷനും ഉയർത്തിയതും NPAയിൽ ചെറിയ രീതിയിലുള്ള NPA ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയതും HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ന്യൂനതകളാണ്. ICICI ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 11%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2% ഉയർന്നു. 19,553 കോടിയിൽ നിന്നും 21,635 കോടിയിലേക്കാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉയർന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇയർ ഓൺ ഇയറിൽ 8%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 6% ഉയർന്നെങ്കിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 16,025 കോടിയിൽ നിന്നും 18,746 കോടിയിലേക്കെത്തി. ICICI ബാങ്കിൻ്റെയും പ്രൊവിഷൻ എമൗണ്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രൊവിഷൻ എമൗണ്ട് ഏകദേശം 100% വർദ്ധിച്ച് 891 കോടിയിൽ നിന്നും 1,815 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും വലിയ മാറ്റമില്ല. ഗ്രോസ് NPA 1.67 നിന്നും 1.67 തന്നെ ഫ്ലാറ്റാണ്. നെറ്റ് NPA 0.39 നിന്നും 0.41 എത്തുകയും ചെയ്തു. യൂണിയൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. യൂണിയൻ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3% ഇടിഞ്ഞ് 9,412 നിന്നും 9,113 കോടിയിലേക്ക് എത്തിയപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11% ഇടിഞ്ഞ് 7,785 നിന്നും 6,909 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 3,679 നിന്നും 4,115 കോടിയിലേക്ക് എത്തിയപ്പോൾ ഗ്രോസ് NPA 3.6 നിന്നും 3.52 ഇംപ്രൂവ് ആയി. RBL ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% ഇടിഞ്ഞിട്ടുണ്ട്. 1,700 നിന്നും 1,481 നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇടിഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 18% ഇടിഞ്ഞ് 889 നിന്നും 709 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 46% ഇടിഞ്ഞ് 372 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ RBL ബാങ്കിൻ്റെ ഗ്രോസ് NPA 2.6 നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 2.78 ഉയരുകയും നെറ്റ് NPA 0.29 നിന്നും 0.45 ഉയരുകയും ചെയ്തു. RBL ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മികച്ചതല്ല. RBL ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇടിയുകയും പ്രൊവിഷൻ ഉയരുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇടിയുകയും ചെയ്തപ്പോൾ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്.
JSW സ്റ്റീലിൻ്റെ റവന്യൂ 3.7% ഇടിഞ്ഞ് 44,819 നിന്നും 43,147 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 1,503 കോടിയിൽ നിന്നും 2,184 കോടിയിലേക്ക് എത്തി. എബിറ്റ 19% ഉയർന്നു. ആരതി ഡ്രഗ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആണ്. ആരതി ഡ്രഗ്സിൻ്റെ മാർജിൻ 11.7% നിന്നും 12.5% ഉയരുകയും എബിറ്റ 14% വർദ്ധിക്കുകയും റവന്യൂ 6% വർദ്ധിച്ച് 585 നിന്നും 591 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ആരതി ഡ്രഗ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 62% വർദ്ധിച്ച് 33 കോടിയിൽ നിന്നും 53 കോടിയിലേക്ക് എത്തി. റിലയൻസ് പവറിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ 32.7 നിന്നും 30% ഇടിഞ്ഞപ്പോൾ റവന്യൂ 5.4% ഇടിഞ്ഞ് 1,992 കോടിയിൽ നിന്നും 1,886 കോടിയിലേക്ക് എത്തി. എബിറ്റ 13% ഇടിഞ്ഞു. അതേസമയം കമ്പനി 98 കോടി രൂപയുടെ ലോസിൽ നിന്നും 44.7 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയത് റിലയൻസ് പവറിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മാസ്റ്റെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 1% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 14% വർദ്ധിക്കുകയും മാർജിൻ 13.3 നിന്നും 13% ഇടിയുകയും ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇയർ ഓൺ ഇയറിൽ നമ്മൾക്ക് ബെറ്ററായി തോന്നിയേക്കുമെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അത്ര മെച്ചം കാണുന്നില്ല. റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 6.8% നിന്നും 6.8% ഇടിഞ്ഞ് 2,61,388 നിന്നും 2,43,632 കോടിയിലേക്ക് എത്തി. എബിറ്റ 2% ഇടിഞ്ഞപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 39% വർദ്ധിച്ച് 19,407 കോടിയിൽ നിന്നും 26,994 കോടിയിലേക്ക് എത്തി. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഷെയറുകൾ വിറ്റഴിച്ചത് വഴിയുള്ള ഓൺ ടൈം ഗെയിൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നെറ്റ് പ്രോഫിറ്റ് 39% വർദ്ധിച്ചിരിക്കുന്നത്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കൂടി കടക്കാം. സൺ TV നെറ്റ്വർക്ക് നോർത്തേൺ സൂപ്പർ ചാർജേഴ്സിൻ്റെ 100%ഓളം സ്റ്റേക്കുകൾ 105 മില്യൺ പൗണ്ടിന് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. എനർജി സെക്ടറിൽ TGV SRA CC എന്ന കമ്പനി 2.50 മെഗാവാട്ട് സോളാർ കപ്പാസിറ്റി അഡീഷൻ കൂടി നടത്തിയിട്ടുണ്ട്. BL കാശ്യപ് എന്ന കമ്പനിക്ക് മാന്യത പ്രൊമോട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും 157 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് സ്ട്രക്ചറൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനി സ്കൈ ഗേറ്റിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 86.13% ഉയർത്തിയിട്ടുണ്ട്. NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി ഗോവ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായി ചേർന്ന് 300 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ TVS സപ്ലൈ ചെയിൻ എന്ന കമ്പനി TVS ഓട്ടോ സർവീൻ്റെ 30%ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സംവർധന മദർസൺ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. സംവർധന മദർസൺ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ PKC വയറിംഗ് സിസ്റ്റം എന്ന കമ്പനിയെ സംവർധന മദർസൺ എന്ന കമ്പനി അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിയിട്ടുണ്ട്. റെയിൽവേ സെക്ടറിൽ ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് JPWIPL എന്ന കമ്പനിയിൽ നിന്നും 785 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ MMRDAയുടെ സൈഡിൽ നിന്നും, അതായത് മുംബൈ മെട്രോ റെയിൽ ലൈനിൻ്റെ സൈഡിൽ നിന്നും 1113 കോടി രൂപയുടെ കോൺട്രാക്റ്റും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇർക്കോൺ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്